രണ്ടാമത്തെ പാഠം പഠിച്ചു തുടങ്ങിയവർക്ക്, രണ്ടാമത്തെ പാഠം പഠിച്ചിട്ടേ കിളി പോയവർക്ക്, സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ പേടിയുള്ളവർക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഹായ് മക്കളെ, എല്ലാവർക്കും ഏകന്റെ ഈ ഒരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളെ പേടിപ്പിക്കാനല്ല, പഠിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്താണ് നമ്മുടെ ഓണം എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അത് മാത്രം ചെയ്താൽ പോരാ, നിങ്ങളെ കൂട്ടുകാരന്മാർക്കും അതേപോലെ തന്നെ കൂട്ടുകാരികൾക്കൊക്കെ ഷെയർ ചെയ്യാം. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഒരു ഡീപ്പ് അനലൈസിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ അതിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ മക്കൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് അല്ലെ, വാതക നിയമങ്ങളും അതേപോലെ തന്നെ മോൾ സങ്കല്പനം എന്ന ചാപ്റ്ററിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണ് കാണാൻ കഴിയുക. രണ്ട് ഭാഗങ്ങളാണ് അതിനുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ലോസുകളാണ്, ലോസ് നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് നിയമങ്ങൾ അല്ലെ, നമുക്കറിയാം 3 നിയമങ്ങളാണ് പ്രധാനമായിട്ട് അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, ഈ 3 നിയമങ്ങളാണ്. രണ്ടാമത്തെ ഭാഗത്താണ് ശരിക്കും നമ്മൾ പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് കണക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട് അല്ലെ. അതിൻ്റെ അകത്താണ് മോൾ സങ്കല്പനം എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം, STP എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം, ഇതൊക്കെ വരുന്നത് രണ്ടാമത്തെ പാർട്ടിലാണ്. മനസ്സിലായല്ലോ? ഈ ഒരു ചാപ്റ്ററിന്റെ 80% ചോദ്യങ്ങളും നമുക്ക് ഇവിടെ നിന്നാണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത്. ചിലപ്പോൾ അങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞാൽ കുറച്ച് കണക്കുകൾ ചെയ്യാനുള്ളതാണ്. മക്കൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട ഒരു ലോജിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ഏത് ചോദ്യവും നമുക്ക് ലോജിക്കലി നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും 2 പാർട്ടുകളായിട്ടാണ് ആ ഒരു ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ചാപ്റ്റർ ഏറ്റവും സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞം അല്ലെങ്കിൽ ഒരു തീവ്ര ശ്രമം നമ്മൾ നടത്താൻ പോവുകയാണ്. അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനമായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ട് ആ ചാപ്റ്ററിലേക്ക് നമ്മൾ, ഇത് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ്. പ്രോബ്ലം എങ്ങനെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം മക്കൾ മനസ്സിലാക്കേണ്ടത് അതിൽ അറ്റോമിക് മാസുകളെ കുറിച്ചാണ്. അറ്റോമിക് മാസുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ് അല്ലെ, കാർബണിൻ്റെത് 12 ആണ്, നൈട്രജൻ 14 ആണ്, ഓക്സിജൻ 16 ആണ്, സൾഫർ 32 ആണ്, ക്ലോറിൻ 35.5, സോഡിയം 23 ആൻഡ് കാൽസ്യം 40. ഇങ്ങനെയാണ് അതിന്റെ അറ്റോമിക് മാസുകൾ വരുന്നത്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അറ്റോമിക് മാസുകളെ കൂട്ടിക്കിട്ടുന്നതാണ് അല്ലെങ്കിൽ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇറ്റ് ഈസ് ദ സം ഓഫ് അറ്റോമിക് മാസ് അല്ലെ. അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന അറ്റോമിക് മാസുകളെ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് മോളിക്കുലാർ മാസ് കിട്ടുക, അല്ലെങ്കിൽ അറ്റോമിക് മാസുകളുടെ തുകയാണ് ശരിക്കും മോളിക്കുലാർ മാസ്. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊന്നും അറിഞ്ഞൂടാതെയാണ് അല്ലെങ്കിൽ അറിയാതെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ വളരെ ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ട് കോഴിക്കോടൻ ഹലുവ പോലെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. അപ്പൊ എന്താണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്, അറ്റോമിക് മാസുകളെ, ഇതാണ് അറ്റോമിക് മാസുകൾ. അറ്റോമിക് മാസുകളെ കൂട്ടിക്കിട്ടുന്നതാണ് മോളിക്കുലാർ മാസ്. മലയാളം പഠിക്കുന്ന കുട്ടികൾ ഒരു പേരോട് പഠിച്ചു വെക്കണം, തന്മാത്രാഭാരം കേട്ടോ. ഇതും കൂടി അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഓർത്ത് വെക്കണം. തന്മാത്രാഭാരം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നവർ മോളിക്കുലാർ മാസ് എന്ന് പഠിക്കുക, മലയാളം പഠിക്കുന്ന കുട്ടികൾ മോളിക്കുലാർ മാസ് എന്നും പഠിക്കണം, തന്മാത്രാഭാരം എന്നും പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, സം ഓഫ് അറ്റോമിക് മാസ്, അറ്റോമിക് മാസുകളെ കൂട്ടുന്നതിനെയാണ് അല്ലെങ്കിൽ അവയുടെ തുകയെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ H2O ഇതിന്റെ മോളിക്കുലാർ മാസ് നമുക്ക് കാണണം എന്ന് വിചാരിക്കാം. ഇതിന്റെ മോളിക്കുലാർ മാസ് നമുക്ക് കാണണം. അപ്പൊ നിങ്ങൾക്ക് ബ്രാക്കറ്റിലായിട്ട് തരും ഹൈഡ്രജൻ 1, ഓക്സിജൻ 16 എന്നൊക്കെ തരും അല്ലെ. ഇതിന്റെ അകത്തുള്ള ഓരോ ആറ്റങ്ങളെയും അറ്റോമിക് മാസുകളെ കൂട്ടിക്കിട്ടുന്നതായിരിക്കും ഇതിന്റെ മോളിക്കുലർ മാസ് എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഓൾറെഡി അറിയാം, അവിടെ അറ്റോമിക് മാസുകൾ എഴുതിയിട്ടുണ്ട്. അറ്റോമിക് മാസുകളെ കൂട്ടിക്കിട്ടിയാൽ മോളിക്കുലർ മാസ് കിട്ടും. അപ്പൊ ഓരോന്നായിരുന്നു കൂട്ടുകയാണ്. ഹൈഡ്രജൻ 1 അല്ലെ, ഹൈഡ്രജൻ 2 ഉണ്ട്,
ഹൈഡ്രജൻ ഒന്നിന്റെ അറ്റോമിക് മാസ് 1 അതിറ്റ 2 അപ്പോൾ 1 × 2 സിമ്പിൾ അല്ലെ. ഒരു പ്ലസ് ഇടുക. ഓക്സിജൻ എത്രയാണ്? ഓക്സിജൻ 16. റെഡിയാണല്ലോ മക്കളെ. അപ്പൊ ഇതൊന്നായിട്ടൊന്ന് കൂട്ടി കിട്ടുക. നോക്കൂ, 1 × 2 2 + 16 that is 18 മോളിക്കുലാർ മാസ് അഥവാ തന്മാത്രാ ഭാരം എന്ന് പറയുന്നത് 18 ആണ്. ഇനി നമുക്ക് കോൺഫിഡന്റിന് വേണ്ടിട്ടോ നമുക്ക് ഒന്നുകൂടി കണ്ടുനോക്കാം. ഒറ്റൊന്നുകൂടി കാണാം. കാർബൺ ഡയോക്സൈഡ് അല്ലെ, കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് നമുക്കൊന്ന് കാണാമെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിലെ അറ്റോമിക മാസുകളെ തമ്മിൽ കൂട്ടുക. അപ്പൊ കാർബണിന്റെ അറ്റോമിക് മാസ് അവിടെ എഴുതിയിട്ടുണ്ട്. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. ഇതിന്റെ നേരെ 12 എന്ന് എഴുതുക. പ്ലസ് ഓക്സിജന്റെ നമുക്കറിയാം, ഓക്സിജൻ എത്രയാണ്? 16 ആണ്. ഓക്സിജന്റെ 16 ആകുമ്പോൾ അതിന്റെ 2 ഉണ്ട് അല്ലെ. അപ്പൊ 16 × 2 അപ്പൊ 12 പ്ലസ് 16 × 2 എന്ന് പറയുമ്പോൾ 32 that is 44 ആണ്. മനസ്സിലായല്ലോ മക്കളെ. അപ്പൊ അറ്റോമിക മാസും നമ്മൾ പഠിച്ചു, മോളിക്കുലാർ മാസും നമ്മൾ പഠിച്ചു അല്ലെ. അറ്റോമിക മാസുകളെ കൂട്ടുന്നതിനെയാണ്, അതല്ലെങ്കിൽ സമ്മിനെയാണ് നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. റെഡിയാണല്ലോ. ഇതൊക്കെ സാധാരണഗതിയിൽ അറ്റോമിക മാസും അതേപോലെ തന്നെ മോളിക്കുലാർ മാസും ഒക്കെ സാധാരണയായിട്ട് പറയുന്നത് അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും യു ആണ്. യു മീൻസ് യൂണിഫൈഡ് മാസ് എന്നാണ് പറയാ. യൂണിഫൈഡ് അറ്റോമിക് മാസ് എന്നാണ് പറയാ കേട്ടോ. യു എന്ന ഒരു യൂണിറ്റിലാണ് സാധാരണയായിട്ട് അറ്റോമിക മാസും അതേപോലെ തന്നെ മോളിക്കുലാർ മാസും ഒക്കെ പറയാം. പക്ഷേ ഈ യു എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്, അതിനുള്ള ഇൻസ്ട്രുമെന്റ്, അതിനുള്ള ത്രാസുകളൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യു കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒന്നുകൂടി പറയാണ്, അറ്റോമിക മാസിന്റെ യൂണിറ്റുകൾ യു ആണ്. യു അല്ലെ, നമുക്ക് എല്ലാത്തിന്റെ യൂണിറ്റ് അറിയാം അല്ലെ. മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം, കിലോഗ്രാമിലൊക്കെ പറയാം. അത് തന്നെ വോളിയം, ലിറ്ററിൽ ഒക്കെ നമുക്കറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ അറ്റോമിക മാസ് പറയുന്നത് സാധാരണയായിട്ട് യുവിലാണ്. അതേപോലെ തന്നെ മോളിക്കുലാർ മാസ് പറയുന്നതും എന്തിലാണ്? യുവിലാണ്. ഈ യു കണ്ടുപിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അതിനുള്ള ഇൻസ്ട്രുമെന്റുകളൊന്നും നമുക്ക് വളരെ അവൈലബിലിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യുവിനെ ഗ്രാമിലേക്ക് മാറ്റുകയാണ്. യുവിനെ എന്തിലേക്ക് മാറ്റുന്നു മക്കളെ? യുവിനെ നമ്മൾ ഗ്രാമിലേക്ക് മാറ്റുന്നു. ഗ്രാം ആകുന്ന സമയത്ത് നമുക്ക് നല്ല പരിചയമുണ്ട്, അത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പൊ അറ്റോമിക മാസിന്റെയും മോളിക്കുലാർ മാസിന്റെയും യൂണിറ്റ് ആണ് ശരിക്കും യു. ഈ യുവിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുകയാണ്? ഗ്രാമിലേക്ക് മാറ്റുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടും. ഇത് കണ്ടുപിടിക്കാനുള്ള ഇൻസ്ട്രുമെന്റ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. അപ്പൊ യുവിനെ ഗ്രാമിലേക്ക് മാറ്റുകയാണ്. എല്ലാ യു, ഇപ്പൊ അറ്റോമിക മാസ് ഒക്കെ യുവിലാണ് അല്ലെ. ഈ യു അങ്ങോട്ട് മാറ്റുക, യു അങ്ങോട്ട് മായച്ച് കളയാം അല്ലെ. ഇവിടെ കുറെ യു എഴുതിയിട്ടുണ്ടല്ലേ, ആ യു ഒക്കെ അങ്ങോട്ട് മായച്ചാളുക. എന്നിട്ട് അവിടെ ഗ്രാം ഇടുക. അതിനെയാണ് നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഒന്നുകൂടിയ, ഇപ്പോ ഹൈഡ്രജന്റെ അറ്റോമിക മാസ് എത്രയാ മക്കളെ? ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് = 1 ആണ്. ഹൈഡ്രജൻ അറ്റോമിക് മാസ് എത്രയാ? 1. ശരിക്കും 1 ഇതാ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ യു ഉണ്ട്. നിങ്ങൾ ഇവിടെ അറ്റോമിക് മാസ് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ആരുണ്ട്? യു ഉണ്ട് അവിടെ. നിങ്ങൾ കാണായിട്ടാണ്, നല്ലോണം നോക്കണം, നല്ല കാണും അല്ലെ. അറ്റോമിക് മാസ് 1U എന്നാണ് കാണുന്നത്. ആ യുവിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? യുവിന്റെ സ്ഥാനത്ത് യു കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. ആ യുവിന്റെ സ്ഥാനത്ത് വെറുതെ ഒരു ജി അങ്ങോട്ട് ഇടുക. ഇപ്പൊ 1 ഗ്രാം ആയാലോ, ഇവിടെ ജി ഇട്ടാൽ മക്കൾ ഇവിടെയും ജി ഇടണം. കണ്ടോ? ഇതിനെയാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, അറ്റോമിക മാസ് സാധാരണയായിട്ട് യുവിലാണ് പറയാം. പക്ഷെ യുവിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, അത് ഗ്രാമിൽ പറയാം. അറ്റോമിക മാസിനെ ശരിക്കും പറയേണ്ടത് യുവിലാണ്, അത് നമ്മൾ ഗ്രാമിൽ പറയുന്നതിനാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് തന്നെ ഉണ്ട്. അറ്റോമിക മാസിനെ എന്ത് പറയാ? ഗ്രാം പറയാ. അറ്റോമിക് മാസിനെ സാധാരണയായിട്ട് പറയുന്നത് യുവിലാണ്, അത് ഗ്രാമിൽ പറയാം. ഓക്കെ, റെഡി ആണല്ലോ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു, ഇത്രയും പാവമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആര്? ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ. സോ അറ്റോമിക് മാസ് മെൻഷൻ ഇൻ ടേംസ് ഓഫ് ഗ്രാം. അറ്റോമിക മാസിനെ ഗ്രാമിൽ പറയുന്നതിനെയാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി കണ്ടോളൂ. ഇപ്പൊ കാർബണിന്റെ അറ്റോമിക മാസ് 12 ആണ്. വെറും 12 അല്ല, 12 അപ്പുറത്ത് ആരോ ഉണ്ട്. യെസ്, യു ഉണ്ട് അല്ലെ. യു ഉണ്ട്, 12 യു. അറ്റോമിക് മാസ് 12 യു ആണ്. അങ്ങനെയാണെങ്കിൽ യു അങ്ങോട്ട് മാറ്റി അവിടെ ഗ്രാം ഇട്ട്, ഇവിടെ ഗ്രാം ഇട്ടാൽ നമ്മൾ ഇവിടെയും ഗ്രാം ഇടണം. മനസ്സിലായല്ലോ. അറ്റോമിക മാസ് 12 സമ്മതിച്ച് 12 യു. ഗ്രാം അറ്റോമിക് മാസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 യു എന്ന് പറയുന്നത് 12 ഗ്രാം. ഇപ്പുറത്ത് ജി കണ്ടാൽ അപ്പുറത്തും ജി കണ്ടോളണം. ദാറ്റ് ഈസ് ദ പോയിന്റ്. ദിസ് ഈസ് ദ ഗ്രാം അറ്റോമിക് മാസ്. റെഡിയാണല്ലോ മക്കളെ. ഇനി നമ്മൾ ഇത് അവിടെ കുറെ മോളിക്കുലാർ മാസുകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ മോളിക്കുലാർ മാസ് ശ്രദ്ധിച്ചോളേ. H2O നമ്മൾ അപ്പുറത്ത് കണ്ടിട്ടുണ്ട് അല്ലെ. H2O മോളിക്കുലാർ മാസ് എത്രയാ? 18. H2O യുടെ മോളിക്കുലാർ മാസ് ശരിക്കും 18 ആണ്.
ഇതാ നമ്മൾ തൊട്ട് ബാക്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏതാ മോളിക്കുലർ മാസ് 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 U ആണ്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു അറ്റോമിക് മാസും മോളിക്കുലർ മാസും യുയിലാണ് പറയാം, അല്ലെ? അപ്പൊ ഇവിടെ മോളിക്കുലർ മാസ് ശരിക്കും 18 U എന്നാണ്. യു നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ, നമുക്ക് അതിനുള്ള ത്രാസുകളൊന്നും കണ്ടുപിടിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ജസ്റ്റ് ഒരു ജി ഇടുന്നു. 18 ഗ്രാം, ഇവിടെ ജി ഇട്ടാൽ ഇവിടെയും ജി ഇടുക. ദാറ്റ്സ് ഓൾ, അല്ലെ? ദിസ് ഈസ് നോൺ ആസ് ഗ്രാം മോളിക്കുലർ മാസ്. നമ്മൾ തൊട്ട് ബാക്ക് പഠിച്ചത് ഗ്രാം അറ്റോമിക് മാസ്. ഈസി അല്ലേ? അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ടേമുകളാണ് മക്കൾ പഠിച്ചത്. ഒന്ന് GAM, മറ്റൊന്ന് GMM. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറയുക, അതിനെയാണ് ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. എന്നാൽ മോളിക്കുലാർ മാസിനെ ഗ്രാമിൽ പറയുന്നതിനെയാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ അറ്റോമിക് മാസും മോളിക്കുലാർ മാസും സാധാരണയായിട്ട് യുയിലാണ് പറയുക. ആ യു അങ്ങോട്ട് വെട്ടി മാറ്റുക, അവിടെ ജി ഇടുക, അല്ലെ? അതിനെയാണ് GAM GMM എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ഇത്രയേ ഉള്ളുവായിരുന്നു, അല്ലെ? നമ്മൾ എത്രയോ കേട്ട് GAM GMM എന്നൊക്കെ പറഞ്ഞ് കുറെ നമ്മൾ കിളി പോയി. ഇപ്പൊ പോയ കിളി എല്ലാം തിരിച്ചു വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതൊരു പാർട്ട് 1 ആയിട്ട് നിങ്ങൾ എടുക്കുക. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലൈവും അതും തന്നെ ഏകണ്ട ലൈവിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് മനസ്സിൽ കുറിച്ച് വെക്കുക. എന്താണ് GAM, എന്താണ് GMM? ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മളെ ചാപ്റ്റർ 2ലെ ഐഡിയ ആണ് നിങ്ങളോട് പറഞ്ഞു തന്നത്. ഇത് മാക്സിമം ആളുകൾക്ക്, ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടുള്ള മുഴുവൻ കൂട്ടുകാരികൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഒരിക്കലും നിങ്ങൾ ഏകണ്ട ലൈവ് ക്ലാസ്സുകൾ ഒന്നും മിസ് ചെയ്യരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ചറപ്പറ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ടൈമിലുള്ള ഉള്ളിൽ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോസ് കാണുന്നവരേക്കും ഗുഡ് ബൈ.